ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. തേർഡ് സെമസ്റ്റർ ബികോം BBAയിലെ ബിസിനസ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ പാർട്ടിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. അപ്പോൾ 1 മുതൽ 9 വരെ ചാപ്റ്ററുകളിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ 10ാമത്തെ ചാപ്റ്റർ മുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ കോസി കോൺട്രാക്റ്റ്. എന്താണ് കോസി കോൺട്രാക്റ്റ്? അതേപോലെ ഈ കോസി കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് കോസി കോൺട്രാക്റ്റ്? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്റ്റ്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്റ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് കോസി കോൺട്രാക്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ദെൻ ചാപ്റ്റർ നമ്പർ 11ലേക്ക് പോയി കഴിഞ്ഞാൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ചോദിക്കാൻ എന്താണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത് ചോദിക്കും. അതേപോലെ എക്സ്പ്ലെയിൻ റെസിപ്രോക്കൽ പ്രോമിസ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്പർ 11 ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ നോക്കുക, കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ദെൻ ചാപ്റ്റർ നമ്പർ 12ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യന്. അതേപോലെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഓഫ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നുള്ള ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദെൻ ആക്ച്വൽ ബ്രീച്ച് ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വൽ ബ്രീച്ച്, അതേപോലെ എന്താണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ വേരിയസ് മോഡ് ഓഫ് ഡിസ്ചാർജ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഡിസ്ചാർജിൻ്റെ ഡിഫറെൻറ്റ് മോഡ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്പർ 12 4 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടുള്ളത്. ദെൻ ചാപ്റ്റർ നമ്പർ 13ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്? എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്? അതേപോലെ എക്സ്പ്ലെയിൻ ദ ടേം ഓഫ് കോണ്ടം മെറിറ്റ് എന്നുള്ള ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമേജ്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമേജ്? പിന്നെ അതേപോലെ ദ ഡിഫറെൻറ്റ് റെമഡീസ് അവൈലബിൾ ഫോർ എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ നമ്പർ 13 നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ചാപ്റ്റർ നമ്പർ 14ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി. ഇൻഡെമിനിറ്റിയും ഗ്യാരണ്ടി തമ്മിലുള്ള ഡിഫറൻസ്. അതേപോലെ ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് കൈൻഡ്സ് ഏതൊക്കെയാണ്? ദെൻ ഹൂ ഈസ് ഷ്യൂരിറ്റി? ആരാണ് ഷ്യൂരിറ്റി? വാട്ട് ആർ ദ റൈറ്റ് ഓഫ് ഷ്യൂരിറ്റിക്കുള്ള റൈറ്റ് എന്താണ്? അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചാപ്റ്റർ നമ്പർ 14 നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. ഓക്കെ, ദെൻ ചാപ്റ്റർ നമ്പർ 15ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്. എന്താണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്? ബെയിൽമെൻറ്റ് എന്താണ്, പ്ലെഡ്ജ് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ആരാണ് ബെയിലർ? ഓക്കെ, ഹൂ ഈസ് ബെയിലർ? വാട്ട് ആർ ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലറിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്? ദെൻ വെൻ വിൽ ബെയിൽമെൻറ്റ് ഈസ് ടെർമിനേറ്റഡ്? എപ്പോഴാണ് ഈ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ആവുക എന്നുള്ളത് പഠിക്കാം. പിന്നെ എക്സ്പ്ലെയിൻ ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ബെയിലിയുടെ ഡ്യൂട്ടീസ്. ദെൻ വാട്ട് ഈസ് ലീൻ? എന്താണ് ലീന്? വാട്ട് ആർ ദ റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്? റൈറ്റ്സ് ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് പ്ലെഡ്ജ്? വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് പ്ലെഡ്ജിയുടെ റൈറ്റ് എന്താണ്? അതേപോലെ എക്സ്പ്ലെയിൻ ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോണർ ആൻഡ് പോണി. പോണറിൻ്റെയും പോണിയുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റൈറ്റ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 15ൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 60ലേക്ക് ചാപ്റ്റർ നമ്പർ 60ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഏജൻസ്? ഏതൊക്കെ തരം ഏജൻറ് ഉണ്ട്? അതേപോലെ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി മീനിങ്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി മീനിങ്ങിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എൻ ഏജൻറ്റ് ടു പ്രിൻസിപ്പൾ? ഏജൻറ്റ് പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ ഏജൻറ്റ് ടു പ്രിൻസിപ്പളിൻ്റെ തമ്മിലുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? വെൻ എ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ടെർമിനേറ്റഡ്? എപ്പോഴാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ടെർമിനേറ്റ് ചെയ്യുക? ദെൻ ചാപ്റ്റർ നമ്പർ 17 നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്.
വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് വാറണ്ടി, കണ്ടീഷനും വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റേറ്റ് ദ റൂൾസ് റിലേറ്റിംഗ് ടു ദി പാസിംഗ് ഓഫ് ഓണർഷിപ്പ് ഫ്രം സെല്ലർ ടു ബയർ ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ അൺപെയ്ഡ് സെല്ലർ. എന്താണ് അൺപെയ്ഡ് സെല്ലർ? എക്സ്പ്ലെയിൻ ദ റൈറ്റ് അവൈലബിൾ ടു, എന്തെല്ലാം റൈറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ആർക്ക്, ടു സച്ച് എ അൺപെയ്ഡ് സെല്ലറിനെതിരെ ദ ഗുഡ്സ് ആൻഡ് against the goods and against the buyer. Okay, then what is ocean sale? എന്താണ് ഓഷൻ സെയിൽ? ദെൻ 18ാമത്തെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ റൈറ്റ് ഓഫ് എ കൺസ്യൂമർ, എന്താണ് ഒരു കൺസ്യൂമറിൻ്റെ റൈറ്റ്സ് ഏതൊക്കെയാണ്, അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. ദെൻ സ്റ്റേറ്റ് ദ ജുറിഡിക്ഷൻ ഓഫ് എ ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ജുറിഡിക്ഷൻ, അതേപോലെ സ്റ്റേറ്റ് കമ്മീഷന്, നാഷണൽ കമ്മീഷൻ, അതിൻ്റെ ഒക്കെ ജുറിഡിക്ഷൻ, ഈ അധികാര പരിധി എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 18ാമത്തെ ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 2 എണ്ണമാണ്. 19ാമത്തെ ചാപ്റ്ററിൽ നിന്ന് LLP ആണ്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടില്ല. അത് എന്ത് ചെയ്യുക, അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല, അധികം ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ അത് ഇടാത്തത്. ഇതന്നെ അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള ഫോക്കസ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അതല്ലാതെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ബിസിനസ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണോടിച്ച് പോവുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് വീഡിയോ.